ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ശർക്കര പൊങ്കലാണ്. തമിഴ്നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പായസമാണ്. നോർമലായിട്ട് അവർ ഫെസ്റ്റിവൽ പൊങ്കൽ ടൈമിൽ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പായസമാണ്. വളരെ ഈസിയും കൂടിയാണ്, അതുകൂടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിലും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ് പൊങ്കൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 150 ഗ്രാമിൻ്റെ ഒരു കപ്പാണ് ഞാൻ എടുത്തിന്. അതിൽ1 കപ്പ് പച്ചരി എടുത്തിന്. നിങ്ങളിപ്പോൾ ഇതേ സെയിം കപ്പ് അളവ് അല്ലെങ്കിൽ സെയിം അളവ് എടുക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് കപ്പാണോ അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സാണോ യൂസ് ചെയ്യുന്നത് അതേ ഗ്ലാസ്സിലോ കപ്പിലോ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അളക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴേ കറക്റ്റായിട്ട് വരും. ഞാനിപ്പോൾ 150 ഗ്രാമിൻ്റെ ഒരളവ് എടുത്തത് ഏകദേശം 3 ആൾക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന അളവുണ്ടാവും, അല്ലെങ്കിൽ 4 ആൾക്ക് കഴിക്കാം. അത്ര ആ ഒരു അളവിലാണ് ഞാനിവിടെ പറയുന്നത്. അതുകൂടാണ് നിങ്ങളിപ്പോൾ പച്ചരി എടുക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോഴിവിടെ പച്ചരി എടുത്തത് എനിക്കിത് പൊങ്കൽ റൈസ് എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ. പക്ഷെ നാട്ടിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ പച്ചരി എന്ന് പറഞ്ഞാൽ നോർമൽ പച്ചരി എടുക്കുമ്പോൾ നല്ല പുതിയ പച്ചരി എടുക്കാൻ ശ്രദ്ധിക്കണം. പുതിയ അരി എടുത്താലാണ് അത് കൂടുതൽ നല്ലതായിട്ടുണ്ട്. നമ്മൾ പഴയ അരി എടുക്കുന്നതിനനുസരിച്ചിട്ട് അതിലൊരു മണത്തിലുള്ള വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള അരി തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ഞാൻ അതിൻ്റെ അതേ സെയിം കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് പച്ചപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പാണ്. സെയിം കപ്പിൻ്റെ അളവിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളിതിപ്പോൾ 1/2 കപ്പ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് കൂടെ എടുത്തിട്ട് ചെയ്തെടുക്കാം. നോർമലായിട്ട് പലരും 1/4 കപ്പ് പരിപ്പ് മാത്രം, 1 കപ്പിന് 1/4 കപ്പ് പരിപ്പ് മാത്രം എടുത്തിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ നോർമലായിട്ട് ചെയ്യുന്നത് 1/2 കപ്പ് തന്നെ എടുക്കാറുണ്ട്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് അനുസരിച്ചിട്ട് കുറച്ച് മതിയെങ്കിൽ 1/4 കപ്പ് മാത്രം എടുത്താൽ മതി. അത് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. അടുത്തത് ഞാൻ ഇതിനെടുത്തത് 2 കപ്പ് വെല്ലമാണ്. സെയിം ഗ്ലാസിൻ്റെ അളവ് തന്നെ 2 ഗ്ലാസ് വെല്ലം പൊടിച്ചെടുത്തതാണ്. പൊടിച്ച അളവാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസിൻ്റെ അളവ് പറയാൻ പറ്റില്ല. നമ്മളത് മുഴുവനായിട്ടുള്ള വെല്ലം എടുക്കുമ്പോൾ എത്ര അളവാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളതിൻ്റെ വെയിറ്റിനൊന്നും അനുസരിച്ചിട്ട് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതിപ്പം 1.5 കപ്പ് ചെറുപയറും അരിയും 1.5 കപ്പ് ചേർന്നതിന് 2 കപ്പ് തന്നെ വെല്ലം എടുത്തിട്ടുണ്ട്. നല്ലൊരു മധുരം. അത് നിങ്ങൾക്ക് 2 കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 കപ്പ് തന്നെ സെയിം അളവിൽ തന്നെ എടുത്താൽ മതി. 1.5 കപ്പ് അരിയും ചെറുപയറും 1.5 കപ്പാണെങ്കിൽ 1.5 കപ്പ് തന്നെ വെല്ലം എടുത്താൽ മതി. പക്ഷെ അതൊരു നോർമൽ സ്വീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കുറച്ചുകൂടി നല്ല സ്വീറ്റ് ആയിട്ട് ഉണ്ടാവണമെങ്കിൽ 2 കപ്പ് തന്നെ എടുക്കണം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കടും പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മധുരത്തിലാക്കും. അതിന് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 കപ്പ് വരെ വെല്ലം എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ എടുത്ത് വെച്ച വെള്ളം ഒന്ന് നന്നായിട്ട് ഉരുക്കിയിട്ട് അതിൽ അഴുക്കെല്ലാം കളഞ്ഞിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കണം. ഫസ്റ്റ് അത് ചെയ്യാം. അപ്പോൾ വെള്ളം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ നന്നായിട്ട് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. സെയിം കപ്പിൻ്റെ അളവിൽ തന്നെ 2 കപ്പ് തന്നെ വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളമാണ്. നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം നമ്മളിതൊന്നുകൂടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് അത് ചെയ്യാം. ഫസ്റ്റ് ഞാനിത് ഒന്ന് ഉരുക്കിയെടുക്കാം. അതിൻ്റെ വെള്ളപ്പാവാക്കിയിട്ട് എടുക്കാം. അപ്പോൾ വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഫിൽറ്റർ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ഞാനിവിടെ എടുത്ത് വെച്ച അരി അതുമാതിരി ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾക്കിത് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഞാനിവിടെ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. നമ്മൾക്ക് ഈ ചെറുപയർ പരിപ്പൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് കൂടുതൽ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു റോസ്മെല്ല് പച്ചമണം പോയി കിട്ടുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ എടുത്തു വെച്ച് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഒരുപാട് കൂടുതൽ ഫ്ലെയിം കൂട്ടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 3 മിനിറ്റ്സ് ഇതുമാതിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ സമയം വേണ്ട. ഞാനിതിപ്പം 3 മിനിറ്റായി ഏകദേശം വറുക്കുന്നത്. നന്നായിട്ട് ഇപ്പോൾ ഏകദേശം വറുത്തിട്ടുണ്ട്. ഒരുപാട് കളർ മാറുമൊന്നും വേണ്ട. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് കഴുകി വെച്ച അരി കൂടി ചേർത്ത് കൊടുക്കുക. ഇതും ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്താൽ മതി. അപ്പോൾ അടുത്തത് ഇതിൽ വെള്ളം ചേർക്കണം. നമ്മളിത് നന്നായിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കണം. നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുന്ന അളവിൽ വേവിപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നന്നായിട്ടുണ്ടാവുക. നമ്മളിപ്പം പായസം ഉണ്ടാക്കിയാൽ നന്നായിട്ട് വരുമല്ലോ. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഈ ഒരളവിൽ എത്രയാണ് നമ്മൾ എടുത്ത അരിയും ചെറുപയറും ഇല്ലത് അതിൻ്റെ 5 ഇരട്ടി അളവിൽ വെള്ളം ചേർക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി അളവ് വെള്ളവും പകുതി അളവ് പാലും ചേർക്കാം. അല്ലെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി വെള്ളവും ഒരു ഗ്ലാസ് പാലും ചേർക്കാം. നല്ല ഫ്രഷായിട്ട് പാലും ചേർക്കാം. ഞാനിപ്പോൾ 4 ഇരട്ടി വെള്ളവും ബാക്കി ഒരളവ് പാലുമാണ് ചേർക്കുന്നത്. ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടി ചേർക്കുന്നുണ്ട്.
പാൽ ചേർക്കണം നിർബന്ധമില്ല, പാൽ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. വെറും വെള്ളത്തിൽ മാത്രം വേവിപ്പിച്ചെടുക്കാം. അപ്പം ഞാനിതിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടേ ഉള്ളത്. ഇതിപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 5 വിസിൽ വേണ്ടി വരും. നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടണം. നമ്മളിപ്പോൾ കുറച്ച് വെന്താൽ മതി പായസമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞാൽ ആ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടാണ്ട് ഇപ്പം നമ്മൾ നോർമലായിട്ട് തമിഴ്നാട്ടിൽ ചെയ്യുമ്പോൾ അവർ കുക്കറിലല്ല ചെയ്തെടുക്കാറ്. നോർമലായിട്ട് അതിന് തന്നെ നമ്മൾ പൊങ്കൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വെങ്കലത്തിൻ്റെ പാന എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതിലാണ് ചെയ്തെടുക്കുക. അത് ചെയ്തെടുത്തിട്ട് ഇതുമാതിരി തിളച്ച് വരുമ്പോൾ തിളച്ച് പൊങ്ങി വരണം. അത് പൊങ്ങി കവിഞ്ഞ് മറിയണം. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതുമാതിരി കുക്കറിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിവിടെ കുക്കറിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ മൂടി വെക്കാം. ഇതിപ്പോൾ ഒരു 5 വിസിൽ വരെ വേവിപ്പിച്ചെടുക്കാൻ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഓരോ കുക്കറിലും വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ഈ ഒരു കുക്കറിൽ എനിക്ക് 5 വിസിലാണ് കറക്റ്റായിട്ടുള്ള ഒരു അളവ്. അപ്പോൾ നിങ്ങളെ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചിട്ട് അതിൻ്റെ വിസിലിൽ മാറ്റം വരുത്തണം. ഞാനിതിപ്പോൾ 5 വിസിലിന് ശേഷം ഇവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ മാറ്റി വെക്കാം. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിവിടെ ഉരുക്കി വെച്ച വെള്ളപ്പാവുണ്ട് എടുത്തിട്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് അരിച്ചെടുത്തിയാണ്. ഇതിൽ കല്ല് അതുമാതിരി ചെറിയ ചെറിയ പൊടികളെല്ലാം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുത്തിന്. അപ്പോൾ ഈ ഒരു പാവ് ഞാനിത് പകുതി മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഫുള്ളായിട്ട് മാറ്റുന്നില്ല, പകുതി മാത്രമാണ്. അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇത് പകുതി വെള്ളപ്പാവ് മാത്രം മാറ്റാൻ കാരണം ഞാനിവിടെ എടുത്ത വെള്ളം വളരെ ഒരു കളറ്, അതിന് ലൈറ്റ് കളറായിട്ടുള്ളൊരു വെള്ളമാണ്. അതിനൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ നന്നായിട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. ഒറ്റ നൂൽപ്പാവിൻ്റെ ഒരളവിൽ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് വരിക. അതുകൂടാണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ നോർമലായിട്ട് പൊങ്കൽ ഇത് ചെയ്യുമ്പോൾ ഇതുമാതിരി ചെയ്യില്ല. നോർമലായിട്ട് നമ്മൾ വെള്ളപ്പാവ് ഈ റൈസിൻ്റെ ഇതിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്തിട്ടാണ് ചെയ്തെടുക്കാറ്. പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന രീതി എനിക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ രീതി തന്നെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഈ തിളക്കുന്ന സമയത്ത് ഈ ഒരു കളറിലാണ് നമ്മൾ സ്റ്റാർട്ടിങ് വെള്ളം എടുത്ത കളർ. ഇത് ഈ ഒരു കളറാണ്. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം നോക്കുമ്പോൾ ഇത് നല്ല ഡാർക്ക് ഷെയ്ഡായിട്ട് വരും. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ഷെയ്ഡ് കറക്റ്റായിട്ട് ഒറ്റ നൂൽപ്പാവിൻ്റെ അളവിൽ തന്നെ എടുക്കണം. ഇതൊന്നുകൂടെ നന്നായിട്ട് ഡ്രൈ ആവട്ടെ. നല്ല കളറ് ഒന്നുകൂടെ ഡാർക്കായിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. നോർമലായിട്ട് വെള്ളപ്പാവിൽ തന്നെ റൈസ് ഇട്ടിട്ട് അതുമാതിരി ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഇത് കൂടുതലൊരു ടേസ്റ്റ് തോന്നിയുകൊണ്ടാണ് ഈ ഒരു രീതി കാണിക്കുന്നത്. അപ്പോൾ അടുത്തത് ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ച വെള്ളത്തിൻ്റെ പാവം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഒഴിക്കുമ്പോഴത് ചിലപ്പോൾ കട്ട പിടിച്ച മാതിരി ഉണ്ടാവും. പക്ഷെ അതൊന്നും തിളച്ച് വരുമ്പോൾ അത് ശരിയായിട്ട് വരും. ഇതിപ്പോൾ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇതാ ഈ ഒരളവിൽ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിപ്പിച്ച് വെച്ച് റൈസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ചേർത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ഒരുപാട് കട്ടിയിലാണ് ഇതുമാതിരി ചെയ്തെടുക്കുന്നെങ്കിൽ ഇത് തണുത്തതിന് ശേഷം കഴിക്കുമ്പോൾ ഒരുപാട് കട്ടിയായിട്ടാണ് ഉണ്ടാവുക, കൂടുതൽ കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിത് ഫ്ലെയിമിൽ ഓഫാക്കിയതിന് ശേഷം ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഞാൻ ഇതിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെള്ളം ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയം 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ഷുഗർ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ശർക്കര പൊങ്കൽ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് തമിഴ്നാട്ടിൽ ശർക്കര എന്ന് പറഞ്ഞാൽ പഞ്ചസാരക്കാന്ന് പറയാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ നെയ്യ് ഒരു 5-6 ടേബിൾ സ്പൂണെല്ലാം ചേർക്കണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യിൻ്റെ ടേസ്റ്റ് ഇതിൽ നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് വരിക. ഇതിൻ്റെ വെച്ച് തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നാൽ ഒരുപാട് കൂടുതൽ വേണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ പച്ചക്കർപ്പൂരം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ കഷ്ണം ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അങ്ങനെയെല്ലാം ചെയ്യാം. നോർമലായിട്ട് അതുമാതിരി ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഏലക്കായ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ ഈ സമയം ഇതിലേക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ നെയ്യ് ചേർക്കുന്നില്ല. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണേ ഞാൻ ഇവിടെ ചേർക്കുന്നില്ലൂ.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിൽ കാഷ്നട്ടും റൈസിൻസും ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. അത് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തത് ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊങ്കൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം പൊങ്കൽ പായസം ഈ ഒരു കളറല്ല ഉണ്ടാവും, ഇതിനേക്കാളും ഡാർക്ക് ഷെയ്ഡാണ് ഉണ്ടാവും. ഞാനിതിപ്പോൾ ഇവിടെ യൂസ് ചെയ്ത വെള്ളം, എനിക്ക് കിട്ടിയ വെള്ളത്തിൻ്റെ ആ ഒരു കളറിലാണ് ഇത് വരുന്നത്. ഞാനിത് കുറച്ചുകൂടെ അത് കുറുക്കിയെടുത്തത് കൊണ്ടാണ് ഈ ഒരു അളവിനെങ്കിലും കളർ കിട്ടിയത്. ഇല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരിക. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുമ്പോഴും നല്ല ഡാർക്ക് ഷെയ്ഡിലെ വെള്ളം തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുമാതിരി അതിൽ ഉപ്പ് ടേസ്റ്റ് കൂടുതലില്ല മാതിരി വാങ്ങിക്കാൻ പാടില്ല, അതും ശ്രദ്ധിക്കണം. നല്ല വെള്ളം നോക്കിയിട്ട് തന്നെ എടുക്കണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ വെള്ളം തന്നെ പല വിധത്തിൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പലരും മെയിൽ അയച്ചിട്ട് കണ്ടിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അതുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു.